താങ്ക് ഗോഡ്. സ്തോത്രം. അറിയല്ലോ, രതീഷാണേ. എന്തെങ്കിലുമൊക്കെ ചെയ്യണം, അറിയാം ഈ അവസ്ഥയിൽ നിന്ന് പുറത്തു വരുവാൻ. അതെ, ഈ ഇല്ലായ്മയുടെ, കഷ്ടതയുടെ, ഞെരുക്കത്തിൻ്റെ, തകർച്ചയുടെ ഈ അവസ്ഥയിൽ നിന്ന് തന്നെ. പക്ഷെ കഴിയുന്നില്ല. പിന്നാക്കം വലിക്കുന്ന ചില അനുഭവങ്ങൾ, ചില ഓർമ്മപ്പെടുത്തലുകൾ, ചില തിരിച്ചറിവുകൾ, ഇന്നലകളിലെ പരാജയം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എന്താ, നിന്നെക്കൊണ്ട് ഇതൊന്നും പറ്റത്തില്ല, എങ്ങനെയെങ്കിലുമൊക്കെ പോകാൻ നോക്ക്, അല്ലേ? ചില കഴിവില്ലായ്മകൾ, നമ്മുടെ പരിമിതികൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഇത് നിനക്ക് പറഞ്ഞിട്ടുള്ള കാര്യമല്ല, മറ്റനേകർ ചെയ്യും, അത് കാണുവാൻ മാത്രമേ നിനക്ക് കഴിയത്തുള്ളൂ. അപ്പോൾ എങ്ങനെ ഈ അവസ്ഥയിൽ നിന്നുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് നാം ആഗ്രഹിക്കുന്നത് പോലെ ഈ ഇല്ലായ്മയിൽ നിന്നും, ഞെരുക്കത്തിൽ നിന്നും പുറത്തു വരുവാൻ കഴിയും? ഒരു ലോക മനുഷ്യനായി എങ്ങനെ കഴിയുമെന്ന് എനിക്കറിയത്തില്ല. അതേക്കുറിച്ച് പറഞ്ഞു തരുന്ന ഒത്തിരി പേർ പുറത്ത് കാണും. എന്നാൽ ഒരു ഭക്തന് കഴിയും. എങ്ങനെ കഴിയും? അപ്പോൾ അതേക്കുറിച്ചാണ് ഇന്ന് പകൽ ദൈവകൃപയിൽ ആശ്രയിച്ച് അല്പമായി നാം ധ്യാനിക്കുവാനായി പോകുന്നത്. വളരെ പ്രാർത്ഥനയോടെ, പ്രതീക്ഷയോടെ ഒപ്പം വന്നാട്ടെ. ഈ മെസ്സേജുമായി ഞാൻ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ഒരു പുഴക്കരയിലെ വഴിയിലൂടെ നടക്കുന്ന ഒരു കുഞ്ഞിനെയും അവൻ്റെ പിതാവിനെയും കാട്ടി അവർക്കൊപ്പം നടത്തി. ആ കുഞ്ഞും അവൻ്റെ പിതാവും. കുഞ്ഞ് വളരെ സന്തോഷത്തോടെ പുഴവക്കിലെ കാഴ്ചകൾ കണ്ട്, പുഴയിലെ കാഴ്ചകൾ കണ്ട് അങ്ങനെ തുള്ളിച്ചാടി നടക്കുകയാണ് അവൻ്റെ അപ്പനൊപ്പം. എനിക്കും വളരെ സന്തോഷം തോന്നി. അങ്ങനെ മുൻപോട്ട് പോകുകയിൽ പെട്ടെന്ന് പുഴയ്ക്കും വഴിക്കുമിടയിൽ നീളമുള്ള ഒരു മതിൽ ഉയരത്തിൽ കെട്ടിയിരിക്കുന്നു. അയ്യോ, ആ കുഞ്ഞിൻ്റെ കാഴ്ച മറഞ്ഞു. അതിന് സങ്കടമായി. അത് എത്തി നോക്കി, കാണുവാൻ കഴിയുന്നില്ല. ചാടി നോക്കി, കാണുവാൻ കഴിയുന്നില്ല. അപ്പോൾ മിണ്ടാതിരിക്കുമോ? കുഞ്ഞല്ലേ, മിണ്ടാതിരിക്കത്തില്ല. അവൻ ആ മതിലിൽ കയറുവാൻ നോക്കി. അധികം വയ്യാതെ അവനൊരു കാര്യം മനസ്സിലായി. അവൻ്റെ കുഞ്ഞു കൈകൾ കൊണ്ട് ആ മതിലിൽ പിടിച്ച് കയറുവാനോ, അവൻ്റെ ആ കുഞ്ഞു കാലുകൾ കൊണ്ട് ആ മതിലിന് മുകളിലേക്ക് ചാടി കയറുവാനോ കഴിയത്തില്ല. എങ്കിലും ആ തിരിച്ചറിവിനേക്കാൾ അവൻ്റെ ഉള്ളിലെ ആഗ്രഹം ആ പുഴ കാണണം, പുഴയിലെ കുഞ്ഞോളങ്ങൾ കാണണം, ആ ഭംഗി ആസ്വദിക്കണം. അതവനെ മിണ്ടാതിരിക്കുവാൻ അനുവദിച്ചില്ല. പിന്നെയും അവൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. എനിക്ക് സങ്കടമായി. എന്നാൽ പെട്ടെന്ന് ആ കുഞ്ഞിനെ പോലും ആശ്ചര്യപ്പെടുത്തിക്കൊണ്ട് ആ കുഞ്ഞ് താഴെ നിന്ന് ഉയർത്തപ്പെട്ടു. എവിടേക്ക്? ആ മതിലിൻ്റെ മുകളിലേക്ക്. പിന്നെ ഞാൻ നോക്കുമ്പോൾ അവൻ ആ മതിലിൻ്റെ മുകളിൽ കൂടെ നടന്ന് കാഴ്ചകൾ കാണുകയാണ്. അവനെ കൊതിപ്പിച്ച കാഴ്ചകൾ കാണുകയാണ്. കാര്യം മനസ്സിലാകുവാൻ അവൻ അല്പസമയമെടുത്തു. എന്നാൽ എനിക്ക് കാര്യം വേഗത്തിൽ മനസ്സിലായി. അവൻ്റെ അപ്പൻ്റെ ബലമുള്ള കരം അവനെ എടുത്തുയർത്തി മതിലിന് മുകളിൽ നിർത്തി അല്ല, അതിന് മുകളിലൂടെ നടത്തി. അവൻ ആഗ്രഹിക്കുന്ന, അവൻ കൊതിക്കുന്ന ആ കാഴ്ചകൾ കാണുവാൻ തക്കവണ്ണം അങ്ങനെ സന്തോഷത്തോടെ നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് സംസാരിച്ചു. ഇന്ന് എനിക്കൊപ്പമായിരുന്നു ഈ മെസ്സേജ് കേൾക്കുന്ന ചിലർ വല്ലാതെ കൊതിയോടെ ശ്രമിക്കുന്നുണ്ട്. പല കുറി ശ്രമിച്ചു പരാജയപ്പെട്ടു, എന്നിട്ടും നിർത്തുന്നില്ല. അതെ, നിങ്ങളോട് തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് കാണുവാൻ തക്കവണ്ണം, അതേ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്, നിങ്ങൾ സ്വപ്നം കാണുന്നത് കാണുവാൻ തക്കവണ്ണം നിങ്ങളെ എൻ്റെ കർത്താവ് എടുത്തുയർത്തുക. ആ കുഞ്ഞിനെ അവൻ്റെ അപ്പൻ എടുത്തുയർത്തിയതുപോലെ എൻ്റെ ദൈവം നിങ്ങളെ എടുത്തുയർത്തുക. സഹോദര, സഹോദരി, ആ ജോലി സ്ഥലത്ത് നീ ആഗ്രഹിക്കുന്ന ആ നന്മ, താങ്ക് ഗോഡ്, നീ ആഗ്രഹിക്കുന്ന ആ വിശാലത, നീ ആഗ്രഹിക്കുന്ന ആ സന്തോഷം, അത് കാണുവാൻ തക്കവണ്ണം എൻ്റെ അപ്പൻ നിന്നെ എടുത്തുയർത്തുക. ഇന്നലകളിൽ നീ ശ്രമിച്ചു, പരാജയപ്പെട്ടു. ഭാരപ്പെടേണ്ട, അപ്പൻ്റെ കരത്തിന് ബലമുണ്ട്. അതെ, നിന്റെ ആഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ തക്കവണ്ണം നിന്നെ ഉയർത്തുവാൻ. താങ്ക് ഗോഡ്, നീ സ്വപ്നം കണ്ട ആ ജോലി, സഹോദര, സഹോദരി, അത് നീ നേടിയെടുക്കുവാൻ പോകുക. അതിന് തക്കവണ്ണം എൻ്റെ കർത്താവ് നിന്നെ ഉയർത്തുക. ആ സ്ഥാപനത്തിൽ, അതേ സഹോദര, ആ സ്ഥാപനത്തിൽ നീ ഒരുപാട് ശ്രമിച്ചു ഒന്ന് മുകളിലേക്ക് ഉയരുവാൻ, ആ പ്രമോഷൻ, ആ സാലറി വർധന പ്രാപിക്കുവാൻ വേണ്ടി ശ്രമിച്ചു. ഓരോ ശ്രമവും മുകളിലേക്കല്ല, നിന്നെ താഴേക്ക് വീഴ്ത്തി. ഒത്തിരി പേരുടെ കണ്ണിലെ കരടാക്കി നിന്നെ മാറ്റി. ആ ജോലി സ്ഥലത്ത് ഉയരുവാനുള്ള ആഗ്രഹം, പ്രൊമോട്ട് ചെയ്യപ്പെടണമെന്നുള്ള ആഗ്രഹം, സാലറി കൂടുതലായി വാങ്ങണമെന്നുള്ള ആഗ്രഹം ഒത്തിരി പേരുടെ കണ്ണിലെ കരടാക്കി നിന്നെ മാറ്റിയിരിക്കുന്നു. അവരുടെ മധ്യത്തിൽ അപ്പൻ്റെ ബലമുള്ള കരം,
താങ്ക് ഗോഡ്. പ്രാർത്ഥിക്കുന്ന സഹോദരി നിന്നെ എടുത്തുയർത്തുവാൻ പോകുക. നീ പ്രാർത്ഥനയോടെ പിന്നെയും ശ്രമിച്ചില്ലേ, അത് പരാജയപ്പെട്ടു പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. നീ ആ നല്ലത് അവിടെ കാണുവാൻ പോകുക. നിന്റെ കണ്ണിനെ കൊതിപ്പിക്കുന്നത്, സ്തോത്രം, നിന്റെ ഹൃദയത്തെ തണുപ്പിക്കുന്നത് ആ ജോലി സ്ഥലത്ത് നിന്ന് കാണുവാൻ പോകുക. നിനക്കൊപ്പമുള്ളവർ അത് അനുഭവിക്കുവാൻ പോകുക. അതേ സഹോദരി, നിന്റെ കുടുംബ ജീവിതത്തിലെ മനോഹരത്വം, ആ സന്തോഷം നീ കാണുവാൻ പോകുക. വീണുപോയി, സ്തോത്രം, അത് കാണുവാൻ കഴിയാത്ത വിധത്തിൽ നീ വീണുപോയി. നിന്റെ കുടുംബ ജീവിതത്തിനും നിനക്കും മധ്യത്തിൽ മതിൽ ഉയർത്തപ്പെട്ടിരിക്കുന്നു. നിന്റെ ഭർത്താവിനും നിനക്കും മധ്യത്തിൽ, നിന്റെ മക്കൾക്കും നിനക്കും മധ്യത്തിൽ, നിന്റെ ഭാര്യയ്ക്കും നിനക്കും മധ്യത്തിൽ മതിൽ ഉയർത്തപ്പെട്ടിരിക്കുന്നു. ചാടി നോക്കുന്നുണ്ട് പിന്നെയും ഒരുമിച്ച് ചേരുവാൻ, എൻ്റെ ഭർത്താവിനൊപ്പമായിരിക്കുവാൻ എനിക്കൊരവസരം കൂടെ തരണേ പ്രാർത്ഥിക്കുന്നുണ്ട്. എൻ്റെ ഭാര്യയ്ക്കൊപ്പം ഒരവസരം കൂടെ കിട്ടിയെങ്കിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് പിന്നെയും ഇന്നലകളിലെ ആ സന്തോഷം, പല സന്തോഷങ്ങളും സ്വപ്നങ്ങൾ മാത്രമാണ്, അത് പൂവണിഞ്ഞിട്ടില്ല. എൻ്റെ ഭർത്താവിനൊപ്പം എനിക്ക് ഇങ്ങനെ ജീവിക്കണം, എൻ്റെ ഭാര്യയ്ക്കൊപ്പം എനിക്കിങ്ങനെ അവളുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും എനിക്ക് പൂർത്തീകരിക്കണം, കഴിഞ്ഞിട്ടില്ല. തകർച്ച വന്നുപോയി, ഇനി വേദനയാ. ആ തടസ്സമായി നിൽക്കുന്ന മതിലിന് മുകളിലേക്ക് എൻ്റെ കർത്താവ് നിന്നെ ഉയർത്തുവാൻ പോകുക. നിന്റെ കുടുംബ ജീവിതത്തിൽ നീ ആഗ്രഹിക്കുകയും നീ സ്വപ്നം കാണുകയും ചെയ്തത്, നിന്നെ മോഹിപ്പിച്ചത്, നിന്റെ കണ്ണുകൊണ്ട് കാണുവാൻ, നിന്റെ ശരീരം കൊണ്ട് അനുഭവിക്കുവാൻ, യേശുവിൻ നാമത്തിൽ നിന്റെ ശരീരം കൊണ്ട് അനുഭവിക്കുവാൻ തക്കവണ്ണം അപ്പൻ നിന്നെ എടുത്തുയർത്തുക യേശുവിൻ നാമത്തിൽ. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി നിന്റെ പ്രാർത്ഥന നിന്നെ ഉയർത്തുക. ആമേൻ. നിനക്ക് കഴിയത്തില്ല, സ്തോത്രം, അതിലെ മാതാവേ, നിങ്ങൾക്ക് കഴിയത്തില്ല. ചെയ്യുവാൻ കഴിയുന്നതെല്ലാം ചെയ്തു. പല കുറി അവർക്ക് വേണ്ടി പല വാതിലുകളിൽ മുട്ടി, പലരുടെയും സഹായങ്ങൾ തേടി അവരെ ഒന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥാനങ്ങളിൽ എത്തിക്കുവാൻ, അവരുടെ ജീവിതത്തിൽ ഒരു നല്ലത് കാണുവാൻ, നന്മ കാണുവാൻ, സന്തോഷം കാണുവാൻ. പക്ഷെ അവർ വീണു പോകുന്നു, അവർക്ക് ഉയരുവാൻ കഴിയുന്നില്ല. നിന്റെ കരങ്ങൾക്ക് ബലമില്ലായിരിക്കാം, എന്നാൽ എൻ്റെ അപ്പൻ്റെ കരങ്ങൾക്ക് ബലമുണ്ട്. അവൻ ഉയർത്തുകയാ. നീ ആഗ്രഹിക്കുന്ന സന്തോഷം നിന്റെ തലമുറകൾ കാണുവാൻ, നീ സ്വപ്നം കണ്ടത് നിന്റെ തലമുറകളിൽ കാണുവാൻ തക്കവണ്ണം എൻ്റെ അപ്പൻ അവരെ ഉയർത്തുകയാ. നിന്റെ പ്രാർത്ഥന വൃഥാവായി തീരുവാൻ, നിന്റെ ശ്രമങ്ങൾ പാഴായി പോകുവാൻ, താങ്ക് ഗോഡ്, നിന്റെ ശ്രമങ്ങൾ, അതേ മാതാവേ, പിതാവേ, നിന്റെ ശ്രമങ്ങൾ, നിന്റെ ആഗ്രഹങ്ങൾ അത് പാഴായി പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. അതിന് പൂർത്തീകരണം ഉണ്ടാകുവാൻ പോകുക. നിന്റെ മക്കളെ കുറിച്ച് നീ കണ്ട സ്വപ്നങ്ങൾ, അത് പൂവണിയുവാൻ പോകുക. സ്തോത്രം. അയ്യോ, അവർക്ക് കഴിയുന്നില്ലല്ലോ, ഇത്രയൊക്കെ പഠിപ്പിച്ചിട്ടും ഞാൻ ആഗ്രഹിച്ചതുപോലെ ഉയരുവാൻ അവർക്ക് കഴിയുന്നില്ലല്ലോ. ആ രാജ്യങ്ങളിലേക്ക് കടന്നു പോകുവാൻ അവർക്ക് കഴിയുന്നില്ലല്ലോ. ആ രാജ്യങ്ങളിലെ നന്മ എൻ്റെ ഭവനത്തിലേക്ക് കൊണ്ടുവരുവാൻ അവർക്ക് കഴിയുന്നില്ലല്ലോ. ആ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുവാൻ അവർക്ക് കഴിയുന്നില്ലല്ലോ. അങ്ങനെയുള്ള പോസ്റ്റുകളിൽ എത്തുവാൻ അവർക്ക് കഴിയുന്നില്ലല്ലോ. വേദനയാണ്, ഭാരമാണ്. ആ ശ്രമങ്ങൾ ജയം കാണുവാൻ പോകുക. താങ്ക് ഗോഡ്, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. മത്സര പരീക്ഷകൾ എഴുതിയതെന്തിനാ? ഉയർന്ന് അറബ് രാജ്യങ്ങളിൽ നിന്ന് യൂറോപ്യൻ കൺട്രീസിലേക്ക് ഒരു പ്രമോഷന് വേണ്ടി ടെസ്റ്റുകൾ എഴുതി ഇന്ന് അറബ് രാജ്യത്തിൽ നിന്ന് സ്വന്തം നാട്ടിൽ അടിമയെ പോലെ ജോലിയില്ലാതെ ഭാരപ്പെടുന്ന സഹോദര, നിന്നോട് തന്നെ സ്തോത്രം, നിന്റെ ശ്രമം വിട്ടുകളയരുതേ. ആമേൻ. എൻ്റെ കർത്താവ് നിന്നെ ഉയർത്തുവാൻ പോകുക. നിന്റെ ബുദ്ധിയെക്കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. നീ എന്തൊക്കെ പഠിച്ചിട്ടുണ്ട്, അതൊക്കെ നീ നേരത്തെ എഴുതി രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിച്ചതാണല്ലോ, നടന്നില്ലല്ലോ, അതവിടെ വച്ചേക്ക്. എൻ്റെ കർത്താവ് നിനക്ക് വേണ്ടി ചെയ്യുവാൻ പോകുന്ന കാര്യത്തെക്കുറിച്ചാണ് പറഞ്ഞത്. അവൻ്റെ കരങ്ങൾക്ക് ബലമുണ്ട്. നീ ആഗ്രഹിക്കുന്ന ആ വിശാലത നിന്നെ കാണുമാറാക്കുവാൻ, ആ രാജ്യങ്ങളിലേക്ക് നിന്നെ കൊണ്ടുചെന്ന് എത്തിക്കുവാൻ എൻ്റെ അപ്പൻ്റെ കരങ്ങൾക്ക് കഴിവുണ്ട്. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി എത്ര പേർ സ്തോത്രം പറഞ്ഞ് ഏറ്റെടുക്കും. എൻ്റെ ഇന്നലത്തെ പരാജയങ്ങളല്ല, ഇന്ന് എൻ്റെ അപ്പൻ എനിക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ പോകുന്ന വലിയത് എൻ്റെ കണ്ണ് കാണുവാൻ പോകുക. അതേ സഹോദര, നിന്റെ കണ്ണ് കാണുവാൻ പോകുക. സ്തോത്രം, ആമേൻ. ആ രോഗത്തിൽ നിന്ന് നീ പുറത്തു വരുന്നത് നീ മാത്രമല്ല, നിനക്കൊപ്പമുള്ളവർ, നിന്നെ രോഗിയായി കണ്ടവർ, നിന്നെ തകർന്നവരായി കണ്ടവർ കാണുവാൻ പോകുക. നീ ആഗ്രഹിക്കുന്ന സ്വപ്നം കാണുന്ന ആ നല്ല കാലം, വീണുപോയ സ്ഥാനത്ത് നിന്ന് കയറുവാൻ എത്ര ശ്രമിച്ചിട്ടും, ഒത്തിരി ഡോക്ടർമാരിലൂടെ ശ്രമിച്ചു, മരുന്നുകളിലൂടെ ശ്രമിച്ചു, ട്രീറ്റ്മെന്റിലൂടെ ശ്രമിച്ചു, കഴിയുന്നില്ല. അയ്യോ ദൈവദാസനെ, ഇനിയൊരു നല്ല കാലം എനിക്കില്ല, ഇനി ആ നല്ല കാലം എനിക്ക് കാണുവാൻ കഴിയത്തില്ല. ഞാൻ ആഗ്രഹിച്ചതും സ്വപ്നം കണ്ടതും ഒക്കെ വെറുതെയായി ഇല്ല. അതൊന്നും വൃഥാവായി തീരുവാൻ, വെറുതെയായി തീരുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ കണ്ണുകൊണ്ട് ആ നല്ലത് നീ കാണും, ആ നല്ല കാലം നീ കാണും. ആരോഗ്യത്തോടെ നീ പല സ്ഥലങ്ങളിലും ഇനിയും കടന്നു പോകും, പലതും ചെയ്യും. യേശുവിൻ നാമത്തിൽ മാതാവേ, ആ മുറിക്കകത്ത് നിന്നെ പൂട്ടിയിടുവാൻ പദ്ധതി ഒരുക്കുന്ന ശത്രുവിന് മുമ്പിൽ നിന്ന് എൻ്റെ കർത്താവ് നിന്നെ പുറത്തു കൊണ്ടുവരും.
അടിസ്ഥാനങ്ങൾ ഇളകിയ നിന്നെ ഒതുക്കി കൂട്ടുന്ന അടിസ്ഥാനങ്ങൾ, നിന്റെ തലമുറകളെ ചില രോഗങ്ങളുടെ മധ്യത്തിൽ പെടുത്തിയിരിക്കുന്ന ചില അടിസ്ഥാനങ്ങൾ, മാനസികമായ ശാരീരികമായ രോഗങ്ങളാൽ പെടുത്തിയിരിക്കുന്ന ചില അടിസ്ഥാനങ്ങൾ ഇളകുകയായി. യെസ്, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ആമേൻ. എടുത്തുയർത്തും. ആമേൻ. എങ്ങനെ ഈ അവസ്ഥയിൽ നിന്ന് എൻ്റെ മകൻ, എൻ്റെ അപ്പൻ എടുത്തുയർത്തും. നിന്റെ മകൻ അവൻ കയറുന്നതിനെ കുറിച്ചല്ല, നിന്റെ മകൾ അവൾ കയറുന്നതിനെ കുറിച്ചല്ല, എൻ്റെ അപ്പൻ എടുത്തുയർത്തും. വെറുതെ എന്തെങ്കിലും കാണിച്ച് താഴെ നിർത്താനല്ല, അതിന് മുകളിലൂടെ നടത്തും. ഓ സ്തോത്ര. ചില ഉയരത്തിലൂടെ നടക്കുവാൻ പോവുക. ആമേൻ. ഈ പെട്ടെന്ന് ഇടിച്ചു കുത്തി മഴ പെയ്യുമ്പോൾ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത് പോലെ ആ വെള്ളം അങ്ങ് പെട്ടെന്ന് താണു പോകും. അതുപോലത്തെ ഇന്നലകൾ അനുഭവിച്ചത് മുഴുവനും അതുപോലെയാണ്. പ്രാർത്ഥിക്കുമ്പോൾ ഉപവസിക്കുമ്പോൾ എന്തെങ്കിലും നടക്കും, പക്ഷേ അത് നീണ്ടു നിൽക്കുന്നില്ല. ഒരു വ്യത്യാസം ഉണ്ടാകുന്നുണ്ട്, പക്ഷേ അത് നീണ്ടു നിൽക്കുന്നില്ല. അല്ല, ഇന്ന് എനിക്ക് നിങ്ങളോട് പറയുവാൻ പോകുന്നത്, ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുവാൻ പോകുന്നത് ആ ഉയരത്തിൽ കൂടെ ചിലർ നടക്കുക. ഓ സ്തോത്രം. യെസ്, യേശുവിൻ നാമത്തിൽ ആ ഉയരത്തിലൂടെ നടക്കുവാൻ റെഡിയാണോ? കരങ്ങളിൽ എൻ്റെ അപ്പൻ പിടിച്ചിട്ടുണ്ട്, വീഴത്തില്ല. ധൈര്യമായി ആ ഉയരത്തിലൂടെ താങ്ക് ഗോഡ് നടന്നോ. യെസ്, ആഗ്രഹിക്കുന്നത് കണ്ട്, സ്വപ്നം കണ്ടത് കണ്ട് നടന്നോ. ആമേൻ. ഇനി ആ കടവും പലിശക്കാരെയും സ്തോത്രം അത് കണ്ട് 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 അത് മാറുകയാ. ആ ബിസിനസ്സിൻ്റെ നല്ല കാലം നീ കാണുവാൻ പോകുക, ആ ബിസിനസ്സിൻ്റെ ഗ്രോത്ത് നീ കാണുവാൻ പോകുക, ആ ബിസിനസ്സിൻ്റെ ഉയർച്ച കാണുവാൻ പോകുക, ആ സ്ഥാപനത്തിൻ്റെ വളർച്ച നിന്റെ കണ്ണുകൊണ്ട് നീ കാണുവാൻ പോകുക. ഓ സ്തോത്രം. പെട്ടെന്ന് കുറേ പലിശക്കെടുത്ത് കടം വാങ്ങിച്ചു ഒന്ന് ഉയർന്നു അല്ല, ആ ഉയരത്തിൽ എൻ്റെ അപ്പൻ നിർത്തി സ്റ്റേബിൾ ആകുക. യെസ്, യേശുവിൻ നാമത്തിൽ. ചിലർക്ക് അതാണ് ആവശ്യം. ദൈവദാസൻ ഇങ്ങനെ അപ്പ് ആൻഡ് ഡൗൺസ് പറ്റുന്നില്ല. പലതും ചെയ്യുന്നുണ്ട്, ആ സമയം അത്രയും വീണ്ടും വീണു പോകുന്നു. അത് പറ്റത്തില്ല, അത് വലിയ പ്രശ്നമാണ്. സ്റ്റേബിൾ ആകുവാൻ പോകുക. യെസ്, ചിലർ അത് ആഗ്രഹിക്കുന്നുണ്ട്. ഇന്ന് പ്രാർത്ഥിക്കുന്ന അതിനു വേണ്ടി ഒന്ന് സ്റ്റേബിൾ ആകണം. യെസ്, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. അതിന് മുകളിൽ കൂടെ അത് പാടാ, അറിയാം. ആ ഉയരത്തിലൂടെ അങ്ങനെ നടക്കാൻ നിസ്സാര കാര്യമല്ല, അത് പാടാ. പക്ഷേ അവിടെ കൂടെ എൻ്റെ അപ്പൻ നടത്തുക. ഓ സ്തോത്രം. നിന്റെ കാലുകൊണ്ടല്ല, എൻ്റെ അപ്പൻ്റെ കരത്തിൻ്റെ ബലം കൊണ്ട് നീ നടക്കുക. ആമേൻ. ആ ജയത്തിലൂടെ, ആ ലാഭത്തിലൂടെ, ആ ചെറിയ സ്ഥാപനം ഉണ്ടല്ലോ, അത് ലാഭത്തിലൂടെ മുൻപോട്ട് പോകാൻ പോകുക. ആമേൻ. ആഗ്രഹിച്ചത് ആ കുഞ്ഞ് കാണുവാൻ ആഗ്രഹിച്ചത് കാണുവാൻ തക്കവണ്ണം അവൻ്റെ ശരീരത്തിനും അവൻ്റെ കാലുകൾക്ക് കൈകൾക്ക് കഴിയാതിരുന്നിട്ടും ഒപ്പമുള്ള അപ്പൻ അതിനവനെ പ്രാപ്തനാക്കി തീർത്തു. അതെ, എൻ്റെ അപ്പൻ എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരെയും അതിന് പ്രാപ്തനാക്കി തീർക്കുവാൻ പോവുക. ശ്രമങ്ങൾ വിട്ടിട്ടില്ലാത്തവർ അതെ അത് കാണുവാൻ പോവുക. നിർത്തിയിട്ടില്ലാത്തവർ അത് കാണുവാൻ പോവുക. ദിനവൃത്താന്തങ്ങളുടെ 1-ാമത്തെ പുസ്തകം 28-ാം അധ്യായം 9-10 വാക്യങ്ങൾ അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. നീയോ എൻ്റെ മകനെ ശലോമോനെ, നിന്റെ അപ്പൻ്റെ ദൈവത്തെ അറിയുകയും അവനെ പൂർണ്ണ ഹൃദയത്തോടും നല്ല മനസ്സോടും കൂടെ സേവിക്കുകയും ചെയ്യുക. യഹോവ സർവ്വഹൃദയങ്ങളെയും പരിശോധിക്കുകയും വിചാരങ്ങളും നിരൂപണങ്ങളും എല്ലാം ഗ്രഹിക്കുകയും ചെയ്യുന്നു. നീ അവനെ അന്വേഷിക്കുന്നു എങ്കിൽ അവനെ കണ്ടെത്തും, ഉപേക്ഷിക്കുന്നു എങ്കിലോ അവൻ നിന്നെ എന്നേക്കും തള്ളിക്കളയും. ആകയാൽ സൂക്ഷിച്ചു കൊള്ളുക. വിശുദ്ധ മന്ദിരമായൊരു ആലയം പണിയുവാൻ യഹോവ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ധൈര്യപ്പെട്ട് അത് നടത്തിക്കൊള്ളുക. പിതാവിൻ്റെ ആഗ്രഹം, മകൻ്റെ കടമ, ദൈവത്തിൻ്റെ ഇഷ്ടം, ഇത് നിറവേറ്റുവാൻ ഇറങ്ങിത്തിരിക്കുന്ന മകൻ. ആ മകൻ്റെ പേര് ശലോമോൻ എന്നാണ്. സംശയമില്ല, അപ്പൻ ദാവീദ് തന്നെ. പിന്നാക്കം വലിക്കുന്നുണ്ട്. തൻ്റെ അപ്പന് കഴിയാത്ത കാര്യമാണ് താൻ ചെയ്യുവാൻ പോകുന്നത്. ദാവീദിന് കഴിഞ്ഞില്ല. എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല. ഉണ്ടോ ശലോമോൻ? എക്സ്പീരിയൻസ് ഉണ്ടോ? ഇല്ല. നേരത്തെ ആലയമൊന്നും പണിതിട്ടില്ല. എന്ന് മാത്രമല്ല, ആരും ചെയ്തിട്ടില്ലാത്ത കാര്യമാണ് ചെയ്യാൻ പോകുന്നത്. പരാജയപ്പെടുമോ? എന്തായിത്തീരും? എനിക്കതിന് കഴിയുമോ? അല്ലേ? ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ ഇങ്ങനെ ഉള്ളിൽ നിന്ന്, അവിടെ നിന്ന് മാത്രമല്ല പുറത്തുനിന്നും ഉണ്ടാവും, നിന്നെക്കൊണ്ട് ഇതിനൊക്കെ കഴിയുമോ? വല്ലതൊക്കെ പറ്റുന്ന കാര്യമാണോ ഈ ചെയ്യുന്നേ? പിന്നെ അവരൊക്കെ പഠിപ്പിക്കുന്നത്, അവർക്കൊക്കെ അതിനുള്ള കഴിവുണ്ടായിരുന്നിട്ടാ, നിനക്ക് വല്ലതും ഉണ്ടായിരുന്നിട്ടാണോ? അത് ആ കോഴ്സേ പഠിപ്പിക്കൂ, ആ രാജ്യത്ത് വിട്ട് തന്നെ പഠിപ്പിക്കും, അവിടെ തന്നെ മക്കളെ അയക്കും. വല്ല കാര്യമുണ്ടോ? അങ്ങനെ ഒരു വീട്, അതിൻ്റെ ആവശ്യമുണ്ടോ? ആ വാഹനത്തിൻ്റെ ഒക്കെ ഇപ്പോൾ ആ വാഹനം ഇല്ലെങ്കിൽ
ചത്തുവാൻ പോയില്ലേ? ഇല്ലേ? ആ പ്രൊമോഷൻ കിട്ടിയില്ലെങ്കിൽ കിട്ടുന്നോണ്ട് ജീവിച്ചൂടെ? എന്തിനാ അങ്ങനെ പിന്നാക്കം വലിക്കുക? നമ്മുടെ അറിവും നമ്മുടെ ഇന്നലകളിലെ എക്സ്പീരിയൻസും മാത്രമല്ലെന്നേ, ലോകവും പിന്നാക്കം വലിക്കപ്പെടുന്ന, മുൻപോട്ട് പോകുവാൻ കഴിയാതെ, മാതാപിതാക്കളുടെ ആഗ്രഹം, നിങ്ങളുടെ കടമ, പിതാവായ ദൈവത്തിന്റെ ഇഷ്ടം, ഇതൊന്നും നിറവേറ്റുവാൻ കഴിയാതെ ഭാരപ്പെട്ടായിരിക്കുന്ന ചില മക്കൾ എന്നെ കേൾക്കുന്നുണ്ട്. അതേ സഹോദര, സഹോദരി, ആ മകനായി, മകളായി നീ വല്ലാതെ ഭാരപ്പെടുന്നുണ്ട്. ഉള്ളം പലപ്പോഴും തകർന്നു പോകുന്നുണ്ട്. മാതാപിതാക്കൾ ഇപ്പോഴും കേട്ടുകൊണ്ടിരിക്കുക ദൈവത്തിന്റെ ശബ്ദം. അവരുടെ നല്ല കാലമല്ല, നിന്റെ ഉയർച്ച, അവരുടെ കഷ്ടതയ്ക്കും അവരുടെ കണ്ണുനീരിനും അവരുടെ നിന്ദയ്ക്കും ഫലമായി ദൈവം നിന്നെ ഉയർത്താമെന്ന് പറഞ്ഞ ആ ഉയർച്ചയുടെ അനുഭവങ്ങൾ അനേക ദൈവദാസന്മാരിലൂടെ അവർ കേട്ടുകൊണ്ടിരിക്കുക. നിന്റെ ഉയർച്ച, നിന്റെ അനുഗ്രഹം, നിന്റെ നന്മ, വാർദ്ധക്യം കയറിയ ആ കണ്ണുകൾക്ക് ഇപ്പോഴും അത് കാണുവാൻ കഴിയുന്നില്ല. പ്രതീക്ഷയോടെയുള്ള അവരുടെ നോട്ടം നിരാശയിൽ അവസാനിക്കുന്നു. നിന്നെ അത് ഭാരപ്പെടുത്തുക, നിന്നെ അത് വേദനിപ്പിക്കുക. എൻ്റെ മാതാപിതാക്കൾക്ക് വേണ്ടി എനിക്കൊന്നും ചെയ്യുവാൻ കഴിയുന്നില്ല, അവരുടെ ആഗ്രഹം പോലെ എനിക്ക് പ്രാപിക്കുവാൻ കഴിയുന്നില്ല, എനിക്ക് നേടുവാൻ കഴിയുന്നില്ല. കരയുകയാ സഹോദരാ, നീ കരയുകയാ. എന്താ കർത്താവേ എൻ്റെ ജീവിതം ഇങ്ങനെ? ഞാൻ എത്ര ശ്രമിച്ചു ഒന്ന് ഉയരുവാൻ. എൻ്റെ മാതാപിതാക്കൾ ആഗ്രഹിക്കുന്നത് എന്നിലൂടെ അവർ കാണട്ടെ, അതിനുവേണ്ടി എന്തൊക്കെ ഞാൻ ചെയ്തു, ഒന്നും ഫലപ്രാപ്തിയിൽ എത്തുന്നില്ലല്ലോ. കയറുവാൻ ശ്രമിക്കും തോറും ഞാൻ വീഴുകയാണല്ലോ. പരാജയം, കടം, ഇല്ലായ്മ, ഞെരുക്കം. എന്നെ കണ്ട് എൻ്റെ മാതാപിതാക്കളുടെ വിശ്വാസം പോലും നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. അയ്യോ, കരയുക സഹോദര. നിന്റെ കണ്ണുനീരിന് അറുതിയാകുവാൻ പോകുക യേശുവിൻ നാമത്തിൽ. നിന്റെ മാതാപിതാക്കൾ നിന്നിൽ കാണുവാൻ ആഗ്രഹിച്ചത് അവരുടെ കണ്ണുകൊണ്ട് ഈ ലോകത്തിൽ തന്നെ അവർ കാണുവാൻ പോകുക. സ്തോത്രം പറഞ്ഞ് ഏറ്റെടുക്ക്. ഈ ദിവസങ്ങളിൽ നിന്റെ ശ്രമങ്ങൾക്ക് ഫലമുണ്ടാകുവാൻ പോകുക. അതേ ആ ഉയർച്ച, അവർ കേട്ട വാഗ്ദത്തങ്ങളിൽ വാക്കുമാറാത്തവനും വിശ്വസ്തനുമായ കർത്താവ് അവരുടെ കൺമുമ്പിൽ നിന്നിലൂടെ കാട്ടുക. യെസ്, യേശുവിൻ നാമത്തിൽ. അതേ, അത് കാണുവാൻ, നിന്റെ മാതാപിതാക്കൾ കാണുവാൻ, അവർ ആഗ്രഹിച്ചത് കാണുവാൻ തക്കവണ്ണം എൻ്റെ അപ്പൻ നിന്നെ ഉയർത്തുക. ആമേൻ. അതേ സഹോദര, നിന്റെ ഭാര്യ, നിന്റെ മക്കൾ നിന്നിൽ നിന്ന് കാണുവാൻ ആഗ്രഹിക്കുന്നത് അവരുടെ കണ്ണുകൊണ്ട് കാണുവാൻ തക്കവണ്ണം എൻ്റെ കർത്താവ് നിന്നെ ഉയർത്തുക. അതെൻ്റെ അപ്പൻ്റെ ഇഷ്ടമാണ്. നിന്റെ കടമകൾ നീ നിർവഹിക്കുക. ഓ സ്തോത്രം. ആ ഭവനം പണിയുക എന്നുള്ള കടമ, അതേ അടിസ്ഥാനമിട്ടു ഇന്നും പൂർത്തീകരണം പ്രാപിക്കാതെ പ്രേതാലയം പോലെ മറ്റുള്ളവർക്ക് ചിരിക്കുവാനായി കിടക്കുന്ന ആ ഭവനത്തെക്കുറിച്ചാണ് ദൂത ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. അതിന് പൂർത്തീകരണം ഉണ്ടാകുവാൻ പോകുക. നിന്റെ കടമ, നിനക്കൊപ്പമുള്ളവരുടെ ആഗ്രഹം, ദൈവത്തിന്റെ ഇഷ്ടം, അത് നിവർത്തിക്കപ്പെടുക. യെസ്, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ആ മക്കളുടെ വിദ്യാഭ്യാസത്തിന് പൂർത്തീകരണം ഉണ്ടാകുവാൻ പോകുക. ഓ സ്തോത്രം. അതിന് തക്കവണ്ണമുള്ളത് നിന്റെ കയ്യിൽ. യെസ്, നിന്റെ കയ്യിൽ. സ്തോത്രം പറഞ്ഞ് ഏറ്റെടുക്കുക. നിന്റെ ആ ഒഴിഞ്ഞ കയ്യിൽ ആ മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടതിന്റെ കർത്താവ് തരിക. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. യെസ്, ആമേൻ. കടമകളെ, ഓ, അതിന് പൂർത്തീകരണം ഉണ്ടാകുവാൻ പോകുക. നിങ്ങൾക്കൊപ്പമുള്ളവർ അത് കാണുവാൻ പോകുക. മക്കളെ, നിങ്ങളുടെ മാതാപിതാക്കൾ അത് കാണുവാൻ പോകുക. ആ ജയം കാണുവാൻ പോകുക. ആ രാജ്യത്തിലേക്ക് നിങ്ങൾ പോകുന്നത് അവർ കാണുവാൻ പോകുക. നിങ്ങളുടെ നന്മകൾ അവർ കരനീട്ടി വാങ്ങുവാൻ പോകുക. ഓ ദൂത ഏറ്റെടുക്ക്. മാതാവേ, പിതാവേ, ദൂത, നിങ്ങളുടെ തലമുറകൾ വിദേശ രാജ്യങ്ങളിൽ നയിച്ചു തരുന്ന നന്മ നിങ്ങൾ കൈനീട്ടി വാങ്ങി എൻ്റെ കർത്താവിനെ സ്തുതിക്കുവാൻ പോകുക. കേട്ട വാഗ്ദത്തം അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. ആമേൻ. കടമകൾ നിവർത്തിക്കുവാൻ ഇന്നലകളിൽ ശ്രമിച്ചു പരാജയപ്പെട്ടു പോയ ചിലരെ കർത്താവ് ഉയർത്തിക്കൊണ്ടുവരിക. ആമേൻ. അപ്പോൾ ശലോമോൻ അപ്പൻ്റെ ആഗ്രഹവും തൻ്റെ കടമയും ദൈവത്തിൻ്റെ ഇഷ്ടവും നിവർത്തിക്കുക. 7-ാം അധ്യായം 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം വായിക്കുമ്പോൾ അത് നിങ്ങൾക്ക് കാണുവാൻ കഴിയും. ശലോമോൻ പണിതുയർത്തിയ അപ്പൻ്റെ ആഗ്രഹമായ, തൻ്റെ കടമയായ, പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടമായ ആ ആലയത്തിൽ ദൈവത്തിൻ്റെ തേജസ് വന്ന് നിറഞ്ഞു. അതേ, നിങ്ങൾ ചെയ്തെടുക്കുന്ന ചിലതിൽ, നിങ്ങളുടെ പ്രവൃത്തികളുടെ ഫലമായി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചിലതിൽ ദൈവത്തിന്റെ തേജസ് വന്ന് നിറയുവാൻ പോകുക. ഓ സ്തോത്രം. ആ ഭവനത്തിനകത്ത്, നീ പണിതെടുക്കുന്ന ആ ഭവനത്തിനകത്ത്, നിന്റെ കുടുംബ ജീവിതത്തിനകത്ത് ദൈവത്തിന്റെ തേജസ് ഇറങ്ങുക. യെസ്, യേശുവിൻ നാമത്തിൽ.
നോക്കിയേ, അപ്പോൾ എങ്ങനെയാണ് ശലോമോന് അതിന് കഴിഞ്ഞത്? ഒന്നാമതായി അവൻ ദൈവത്തെ അന്വേഷിച്ചു. എന്തുകൊണ്ടാണ് ദൈവത്തെ അന്വേഷിക്കേണ്ടി വന്നത്? ആ പിന്നാക്കം വലിക്കുന്ന ഓർമ്മപ്പെടുത്തലുകളും തിരിച്ചറിവുകളും അവനൊരു കാര്യം ബോധ്യപ്പെടുത്തി കൊടുത്തു. എനിക്ക് കഴിയത്തില്ല, എൻ്റെ അപ്പന് കഴിഞ്ഞിട്ടില്ല, എനിക്ക് കഴിയത്തില്ല. നിന്നെക്കാളും കഴിവുള്ളവർ ശ്രമിച്ചു, നടന്നിട്ടില്ല, പിന്നെയാണോ നീ? സ്തോത്രം. അവരിലേക്ക് നോക്കണ്ട, നീ അത് ചെയ്യും. കാരണം ദൈവം ആഗ്രഹിക്കുന്നു നിന്നിലൂടെ അതിനൊരു പൂർത്തീകരണം ഉണ്ടാകണം. അതേ കുഞ്ഞെ, നിന്നിലൂടെ അതിന് പൂർത്തീകരണം ഉണ്ടാകുവാൻ പോകുക. അപ്പോൾ തനിക്കത് കഴിയത്തില്ല എന്ന തിരിച്ചറിവിൽ ശലോമോൻ കഴിവുള്ള ദൈവത്തെ അന്വേഷിച്ചു. വചനം പറയുന്നു, അവനെ അന്വേഷിക്കുന്നവർ അവനെ കണ്ടെത്തും. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 7-ാമത്തെ വാക്യം. കർത്താവായ യേശു ക്രിസ്തുവിനെ അവൻ അന്വേഷിച്ചു, കണ്ടെത്തി. അവന് സകലവും സാധ്യം. മനുഷ്യനാൽ അസാധ്യം. നിന്റെ പ്രവൃത്തികൾക്ക് കഴിയാത്തത്, നിന്റെ അറിവിന് കഴിയാത്തത്, നിന്റെ എക്സ്പീരിയൻസിന് കഴിയാത്തത്, നിനക്കൊപ്പമുള്ളവർക്ക് നിനക്ക് വേണ്ടി ചെയ്തു തരുവാൻ കഴിയാത്തത് എൻ്റെ ദൈവത്തിന് നിന്റെ ജീവിതത്തിൽ ചെയ്യുവാൻ കഴിയും. അതേ സഹോദര, നിനക്ക് കഴിയാത്തത് എൻ്റെ ദൈവം നിന്റെ ജീവിതത്തിൽ ചെയ്യുവാൻ പോകുക. ഒരു കോടതിക്കും വക്കീലിനും കഴിയാത്തത് സഹോദര സഹോദരി നിന്റെ കുടുംബജീവിതത്തിൽ എൻ്റെ കർത്താവ് ചെയ്യുവാൻ പോകുക. ഒരു ട്യൂഷൻ സാറിനും നിന്റെ തലമുറകളുടെ ജീവിതത്തിൽ ചെയ്യുവാൻ കഴിയാത്തത് അതേ ജയം എൻ്റെ കർത്താവ് അവർക്ക് നൽകുവാൻ പോകുക. ആമേൻ. ഒരു മരുന്നിനും വൈദ്യനും ചെയ്യുവാൻ കഴിയാത്തത് രോഗസൗഖ്യം എൻ്റെ അപ്പൻ ഇന്ന് നിന്റെ ജീവിതത്തിൽ ചെയ്യുകയാണ്. യെസ്, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. ഒരു ബാങ്കുകാരനും കഴിയാത്തത് സഹോദരി, ഒരു ബാങ്കുകാരനും കഴിയാത്തത് എൻ്റെ ദൈവം നിന്റെ ജീവിതത്തിൽ ചെയ്യുകയാണ്. ആമേൻ. അപ്പോൾ ദൈവത്തെ അന്വേഷിച്ചു. എന്തിനു വേണ്ടി? തനിക്ക് കഴിവില്ലാത്തൊരു കാര്യം ചെയ്യുവാൻ വേണ്ടി. പ്രിയരെ, ഒത്തിരി ശ്രമിച്ചു, പരാജയപ്പെട്ടു. ഇനി അവിടെ ഇരിക്കുവാനല്ല, ദൈവത്തെ അന്വേഷിക്കുക. നിനക്കൊരു ദൈവമുണ്ട്. നിന്റെ പരിമിതികളെ മറികടക്കുവാൻ കഴിവുള്ള ശക്തനായവനെ, അതേ അവനെ തന്നെ അന്വേഷിക്കുക. അവൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. നിന്റെ ജീവിതത്തിൽ നീ ആഗ്രഹിക്കുന്നത്, നീ ലക്ഷ്യം വെക്കുന്നത് അത് സംഭവിക്കും. അപ്പോൾ ദൈവത്തെ അന്വേഷിക്കുന്നവർ കണ്ടെത്തും. അപ്പോൾ അന്വേഷിക്കാത്തവരോ കണ്ടെത്തത്തില്ല. ഫലമോ 28:9 പറയും. നാം ചിന്തയ്ക്കായി വായിച്ച വാക്യമാണ് കേട്ടോ ഈ ദൈവത്തെ അന്വേഷിക്കുന്ന ആ ഭാഗമുള്ളത്. അപ്പോൾ അന്വേഷിക്കാത്തവരെന്ത് ചെയ്യും? തള്ളപ്പെട്ടു പോകും. അനേകർ സ്വന്തം ബുദ്ധിയിലും കഴിവിലും കാര്യപ്രാപ്തിയിലും ആശ്രയിച്ച് പലതും ചെയ്യുവാൻ ശ്രമിക്കുന്നു. പക്ഷേ വീണ് 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 എത്തേണ്ട സ്ഥാനം ഒത്തിരി ഉയരേക്കായി പോകുന്നു. അർത്ഥം താഴ്ചയിലേക്ക് വീണുകൊണ്ടിരിക്കുന്നു. ഓരോ ശ്രമവും താഴ്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അതാ ഇന്നലകൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചത്. ആമേൻ. അവിടെ നിന്ന് കയറുവാനാ ദൈവത്തെ അന്വേഷിക്കുവാൻ പറഞ്ഞു. അപ്പോൾ ദൈവത്തെ അന്വേഷിച്ചപ്പോൾ ശലോമോന് ഒരു കാര്യം മനസ്സിലായി. എന്താ? ശലോമോന് ആ കാര്യം ചെയ്യുവാൻ ഊർജം നൽകുന്ന ഒരു കാര്യം, ദൈവം തന്നെ അതിന് തിരഞ്ഞെടുത്തിരിക്കുന്നു. 28:10. പ്രിയരെ, നിങ്ങളുടെ മാതാപിതാക്കളുടെ, നിങ്ങളുടെ കുടുംബത്തിൻ്റെ, നിങ്ങൾക്കൊപ്പമുള്ളവരുടെ ആഗ്രഹങ്ങളുടെ പൂർത്തീകരണത്തിനായി ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. അതേ സഹോദര സഹോദരി, അവർ നിന്നിൽ പ്രതീക്ഷ വയ്ക്കുന്നതേ ദൈവം നിന്നെ തിരഞ്ഞെടുത്തത് കൊണ്ടാണ്. എന്തിനാ? അവരുടെ പ്രതീക്ഷകൾക്ക് ഒത്തവണ്ണമുള്ളത് നൽകുവാൻ. ഓ സ്തോത്രം. അവരുടെ പ്രതീക്ഷകൾ വീൺ പോകാതിരിക്കുവാൻ ദൈവം നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. അതേ, നിന്നെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നു. സഹോദരി, നിന്റെ കുടുംബജീവിതത്തെ പണിതെടുക്കുവാൻ എൻ്റെ കർത്താവ് നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. സഹോദര, തകർന്നു പോയി നിന്റെ കുടുംബജീവിതത്തെ പണിതെടുത്തു ദേശത്തിൽ തല ഉയർത്തി നിൽക്കുവാൻ എൻ്റെ അപ്പൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. മാതാവേ, പിതാവേ, മക്കളുടെ ഭാവി പണിതെടുക്കുവാൻ, തകർന്നുകൊണ്ടിരിക്കുന്ന, തകർച്ചയിൽ നിന്ന് തകർച്ചയിലേക്ക് വീണുകൊണ്ടിരിക്കുന്ന ആ ഭാവിയെ പണിതെടുക്കുവാൻ എൻ്റെ ദൈവം നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. അതേന്നെ, കർത്താവ് തിരഞ്ഞെടുത്തിരിക്കുക. ആ ബിസിനസ് ചെയ്ത് നിന്റെ ആ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുവാൻ എൻ്റെ അപ്പൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുക. അതുകൊണ്ടാണ് നീ അത് തുടങ്ങിയത്. ഓ സ്തോത്രം. നിന്റെ അഹങ്കാരം കൊണ്ടല്ല, മറ്റുള്ളവർ പറയുന്നത് പോലെ നിന്റെ അഹങ്കാരം കൊണ്ടല്ല. ആമേൻ. നിന്നെ എൻ്റെ അപ്പൻ തിരഞ്ഞെടുത്തത് കൊണ്ടാ. റെഡിയാണോ? മടുത്തു പോകാതെ മുൻപോട്ട് പോകുവാൻ തയ്യാറാണോ? അത് സാധ്യമായി തീരുവാൻ പോകുക. നീ എന്താഗ്രഹിച്ചാണോ ആ രാജ്യത്ത് കടന്നുപോയത്, അതൊക്കെ നിന്റെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുക. അതൊക്കെ നിനക്കൊപ്പമുള്ളവർ കാണുവാൻ പോകുക. സ്തോത്രം പറഞ്ഞ് ഏറ്റെടുക്കുക. ഇപ്പോൾ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. യെസ്, താങ്ക് ഗോഡ്. എന്താഗ്രഹിച്ചാണോ നീ ഇറങ്ങി പുറപ്പെട്ടത്, ഇത്രത്തോളം കരയുന്നത്, പ്രാർത്ഥിക്കുന്നത്, പണിയപ്പെടണം. എൻ്റെ ഭർത്താവ് ഞാൻ വിട്ടുകൊടുക്കത്തില്ല, എൻ്റെ ഭാര്യ എനിക്ക് വേണം, എൻ്റെ തലമുറകൾ എനിക്ക് വേണം, എൻ്റെ കുടുംബം എനിക്ക് വേണം, ഈ അവസ്ഥ മാറണം. അതേ, മടികൂടാതെ പ്രാർത്ഥിക്കുക. അത് നഷ്ടപ്പെട്ടു പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. നിന്നെ എൻ്റെ കർത്താവ് തിരഞ്ഞെടുത്തിരിക്കുന്നു. തകർന്നു പോയ, നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന നിന്റെ ഭർത്താവിനെ നേടിയെടുക്കുവാൻ, തകർന്നു പോകുന്ന നിന്റെ തലമുറകളെ പണിതെടുക്കുവാൻ എൻ്റെ കർത്താവ്
നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഓ സ്തോത്രം, ആമേൻ. ദേശത്തിൽ അനേകരെ, തകർന്നുകൊണ്ടിരിക്കുന്ന അനേകരെ പണിതെടുക്കുവാൻ സഹോദര സഹോദരി നിന്നെ കർത്താവ് കണ്ടിരിക്കുന്നു. ഇത്ര വലിയ കഷ്ടതയിലൂടെ, ഈ തീച്ചുള്ളയുടെ അനുഭവത്തിലൂടെ നീ എന്തിനു കടന്നു പോകേണ്ടി വന്നു? പലപ്പോഴും ചോദിക്കുന്നുണ്ട്. ഉത്തരവിതാ നിന്നോട് തന്നെ. നിന്നെക്കാളധികം കഷ്ടതയിലായിരിക്കുന്ന ഒത്തിരി പേരെ വലിച്ചെടുക്കുവാൻ, തീയിൽ നിന്ന് ചിലരെ വലിച്ചെടുക്കുവാൻ, അതെ, നിന്നെ എൻ്റെ കർത്താവിന് ആവശ്യമുണ്ട്. ഈ കാലഘട്ടത്തിൽ ദേശത്തിൽ ചിലതിനെ നേടിയെടുക്കുവാൻ, മദ്യപാനത്തിൽ തകർന്നുകൊണ്ടിരിക്കുന്ന അനേക കുടുംബങ്ങളെ പിന്നെയും പണിതുയർത്തുവാൻ നിന്നെ എൻ്റെ കർത്താവിന് ആവശ്യമുണ്ട്. റെഡിയാണോ? ആ അഭിഷേകം ഇപ്പോൾ നിന്റെ മേൽ പകരപ്പെടുക. കരയേണ്ടി വന്നതേ, പ്രാർത്ഥിക്കേണ്ടത് വന്നതേ വെറുതെ അല്ല. കർത്താവ് നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നത് കൊണ്ടാണ്. തിരഞ്ഞെടുത്തവൻ പണിതുയർത്തി. സ്തോത്രം, ആമേൻ. പിന്നാക്കം വലിക്കുന്ന ആ ഓർമ്മകൾക്കൊപ്പം പോകണ്ട. നിന്നെ കൊണ്ട് പറ്റത്തില്ല, നീ ഒരു അഹങ്കാരിയാണെന്ന് പറയുന്ന അവരുടെ വാക്ക് കേൾക്കണ്ട. അഹങ്കാരിയെങ്കിൽ അഹങ്കാരി. ആമേൻ. അതിന് തക്കവണ്ണമുള്ളത് എൻ്റെ കർത്താവ് നിന്റെ ജീവിതത്തിൽ ചെയ്യും. അപ്പോൾ എന്തു ചെയ്യണം? ദൈവത്തെ അന്വേഷിക്കണം. അന്വേഷിക്കുമ്പോൾ നിങ്ങൾ തിരിച്ചറിയും, ഇന്ന് നിങ്ങൾ ചെയ്യുന്ന ആ കാര്യത്തിലൂടെ പലതും നേടിയെടുക്കുവാൻ ദൈവം നിങ്ങളെ കണ്ടിരിക്കുന്നു. അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുതുന്നു. അനുഗ്രഹമായെങ്കിൽ എന്ത് ചെയ്യും? നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരെ ഈ പ്രോഗ്രാമിലേക്ക് കൂട്ടിവരുത്തുക. അതുപോലെ തന്നെ എല്ലാ ദിവസങ്ങളിലും പ്രൈസർ ഫാമിലിയിലൂടെ ഇതുപോലുള്ള മെസ്സേജുകൾ കേട്ട് അനുഗ്രഹം പ്രാപിക്കുവാൻ നിങ്ങൾക്ക് അവസരമുണ്ട്. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ അത് അവൈലബിൾ ആണ്. ചാനൽ സന്ദർശിക്കുക. അതുപോലെ തന്നെ www.pcfg.in എന്ന ഞങ്ങളുടെ വെബ്സൈറ്റിലും മെസ്സേജുകളും ഞങ്ങളുടെ മധ്യസ്ഥ പ്രാർത്ഥനയും അവൈലബിൾ ആണ്. ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനുള്ള അവസരം ആ വെബ്സൈറ്റ് മുഖാന്തരം നിങ്ങൾക്ക് ഉണ്ടാകും. അല്ലെങ്കിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങളെ അറിയിക്കുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വലിയവ പ്രവർത്തിക്കും. നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ സഹകരണവും ഒത്തിരി പേരിലേക്ക് ഈ മെസ്സേജുകൾ ഈ ദിവസങ്ങളിൽ എത്തിച്ചേരുവാൻ കർത്താവായ യേശു ക്രിസ്തുവിലൂടെയുള്ള വിടുതലും രക്ഷയും ഒത്തിരി പേർ അനുഭവിക്കുവാൻ ഇടയായിത്തീരുന്നു. പിന്നെയും നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്കും അവസരമുണ്ട്. അതിനായും കോൺടാക്ട് ചെയ്യുക. എന്നാൽ കണ്ണടച്ചോ, വിശ്വസ്ത കർത്താവേ, നല്ല ദൈവമേ, അനുഗ്രഹീതവും പ്രശാന്തവുമായിരിക്കുന്ന നല്ല സമയം അടിയനൊപ്പമായിരിക്കുന്ന ഈ ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അടിയനെ കേൾക്കുന്ന ഇവരിൽ രോഗികളായിരിക്കുന്നവർ ഇപ്പോൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. സകല രോഗബന്ധനവും ഇപ്പോൾ വിട്ടുമാറട്ടെ. രോഗാതുരമായ നാഡീ നരമ്പുകൾ, കോശങ്ങൾ, അവയവങ്ങൾ പുനർനിർമ്മിക്കപ്പെടട്ടെ. ജന്മനാൽ ആന്തരിക അവയവങ്ങളിൽ രോഗങ്ങളുള്ളവർ യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിച്ച് ഇപ്പോൾ സൗഖ്യമാകുക. സർജറി നടക്കുക. ഓ സ്തോത്രം. തോട്ടത്തിലെ സർജറി ചിലരുടെ ശരീരത്തിൽ നടക്കുക. യെസ്, യേശുവിൻ നാമത്തിൽ. ഇനി ചികിത്സ ഇല്ല എന്ന് പറഞ്ഞ് ചിലർ കേൾക്കുന്നുണ്ട്. സൗഖ്യമാകട്ടെ. പുറത്തു വരട്ടെ. ആ മുറിക്കകത്ത് നിന്ന് ചിലർ പുറത്തു വരിക. തലമുറകളില്ലാതെ ഭാരപ്പെടുന്നവർ പ്രാർത്ഥിച്ച് യെസ്, ഉദരത്തെ കർത്താവ് തുറക്കുവാൻ, സകല ഇമ്പോർട്ടൻ്റുകൾ മാറുവാൻ യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കട്ടെ. വിവാഹബന്ധങ്ങൾ ആ തടസ്സം മാറട്ടെ. അനുഗ്രഹിക്കപ്പെട്ട വിവാഹബന്ധങ്ങൾ നടക്കട്ടെ. വിദ്യാഭ്യാസ മേഖലകൾ അനുഗ്രഹമായി തീരട്ടെ. എത്ര പഠിച്ചിട്ടും റിസൾട്ട് ഉണ്ടാക്കുവാൻ കഴിയാതെ ഭാരപ്പെടുന്നവർ അവരുടെ ബുദ്ധിമണ്ഡലങ്ങളെ തുറന്ന് റിസൾട്ട് ഉണ്ടാകുന്ന കൃപയ്ക്കായി മത്സര പരീക്ഷകൾ ജയമുണ്ടാകട്ടെ. 4 തവണ പരാജയപ്പെട്ടു. യെസ്, യേശുവിൻ നാമത്തിൽ അടുത്ത് ജയമാണ്. പ്രാർത്ഥിച്ച് മുൻപോട്ട് പോകും. ആമേൻ. തൊഴിലില്ലാതെ ഭാരപ്പെടുന്നവർ പ്രാർത്ഥിച്ച് യേശുവിൻ നാമത്തിൽ വഴി തുറക്കുക. സകല തടസ്സങ്ങൾ മാറട്ടെ. ജോലി സംബന്ധമായി വെളിപ്പെട്ട് നിൽക്കുന്ന പ്രതികൂലങ്ങൾ മാറിപ്പോകട്ടെ. പുതിയ ജോലികൾ ലഭിക്കട്ടെ. യെസ്, അവിടെ തന്നെ ജോലി ഇല്ല എന്ന് പറഞ്ഞിടത്ത് ഇവർക്ക് വേണ്ടി തൊഴിൽ സാഹചര്യങ്ങൾ ഉണ്ടാകട്ടെ. ഒഴിവുകൾ സൃഷ്ടിക്കപ്പെടട്ടെ. യെസ്, പ്രാർത്ഥിക്കുന്നവർ അത് പ്രാപിക്കട്ടെ. കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. തകർന്നുപോയ ജീവിതങ്ങൾ പണിതുയർത്തപ്പെടട്ടെ. കോടതിക്ക് കഴിയാത്തത് ഇന്ന് എൻ്റെ ദൈവത്താൽ സാധ്യമാകുന്ന കൃപയ്ക്കായി പണിയപ്പെടട്ടെ. മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഭവനങ്ങൾ പണിയപ്പെടട്ടെ. മനോഹരമായ ഭവനങ്ങൾ പണിത് പൂർത്തീകരിക്കപ്പെടട്ടെ. എല്ലാ ബാധ്യതകൾ മാറട്ടെ. കടഭാരങ്ങൾ മാറട്ടെ. ജപ്തി നോട്ടീസുകൾ മാറിപ്പോകട്ടെ. ഭവനങ്ങൾക്കകത്ത് സമൃദ്ധി ഉണ്ടാകട്ടെ. എല്ലാ ഇല്ലായ്മയും മാറട്ടെ. ഞെരുക്കവും ദാരിദ്ര്യവും മാറട്ടെ. സമാധാനമില്ലായ്മകൾ മാറട്ടെ. സ്വസ്ഥതയുണ്ടാകട്ടെ. വസ്തുക്കൾ വാങ്ങട്ടെ. വിൽപ്പനകൾ നടക്കട്ടെ. കച്ചവടങ്ങൾ നടക്കട്ടെ. വാഹനങ്ങൾ വാങ്ങട്ടെ. ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ. ഓ സ്തോത്രം. ദേശത്തിനുമേൽ വ്യാപരിക്കുന്ന സകല പോരാട്ടങ്ങളും അഴിഞ്ഞു മാറട്ടെ. മദ്യപാന വ്യഭിചാര വെറിക്കൂത്തുകൾ വിട്ടുമാറട്ടെ. തലമുറകളെ കാർന്നു തിന്നുന്ന മദ്യമെന്ന സ്തോത്രം ആ ശാപം വിട്ടുമാറട്ടെ. ബിസിനസ്സുകൾ അനുഗ്രഹമായി തീരട്ടെ. കച്ചവടങ്ങൾ അനുഗ്രഹമായി തീരട്ടെ. വലുതും ചെറുതുമായ സകല ബിസിനസ് മേഖലകളിലും അവിടെ നന്മയുണ്ടാകട്ടെ. പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാക്കി പരിപാലിക്കും. വലിയ സാക്ഷ്യത്തിനായി ഒരുക്കും. പ്രാർത്ഥനയുടെ കൃപയ്ക്കായി സ്തുതിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ
ആമേൻ. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. അടുത്ത ആഴ്ച ഇതേ സമയം നാം ഇപ്പോൾ കേട്ട് അനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ ഇത് നിങ്ങളുടെ വിടുതൽ നേരമെന്ന പ്രതിവാര വചന സന്ദേശത്തോടൊപ്പം തന്നെ നാം ഒരുമിച്ചായിരിക്കും. അതുവരേക്കും പ്രിയരെ, ഹാവ് എ നൈസ് ഡേ. പ്രൈസർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രൈസർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.